ലോകം മുഴുവൻ മെസ്സിയെ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നലെ മെസ്സിക്ക് നഷ്ടപ്പെട്ടത് ലോകം തന്നെയാണ്. ഹി ലോസ് ഹിസ് ഫാദർ എസ്റ്റഡി. ഫുട്ബോളിന്റെ ലോകത്ത് ആരും കാണാത്ത ലിയോയുടെ വോയിസ് ഓഫ് ദി റീസൺ, ദ ഷോൾഡർ ടു ക്രൈ ഓൺ, അത് അച്ഛൻ ജോർജ് മെസ്സി ആയിരുന്നു. ലോകം അവനെ മെസ്സി എന്ന് വിളിച്ചപ്പം ഒരാൾ മാത്രമാണ് അവനെ ലിയോ എന്ന് വിളിച്ചത്. ദാറ്റ് ഈസ് ഹിസ് ഫാദർ ജോർജ് മെസ്സി. ഇന്ന് നമ്മൾ കാണുന്നത് ദ ഗോട്ട് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി ആയിട്ടുള്ള മെസ്സിയാണ്. പക്ഷെ നമുക്കറിയാം ആ കഥ തുടങ്ങുന്നത് ഒരിക്കലും ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ നിന്നല്ല. റൊസാരിയോയിലെ ഒരു ചെറിയ കുട്ടിയുടെ കാലിൽ നിന്ന് ഒരച്ഛൻ കണ്ട സ്വപ്നത്തിൽ നിന്നാണ്. ഹീ സോ ഗ്രേറ്റ്നെസ് ഇൻ ഹിം ബിഫോർ ദ വേൾഡ് ഡിഡ്. ജോർജ് ഒരു ഫുട്ബോൾ സൂപ്പർ സ്റ്റാർ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു സ്റ്റീൽ ഫാക്ടറി സൂപ്പർവൈസർ ആയിരുന്നു. രാവിലെ 4 മണിക്ക് ജോലിക്ക് പോകും, രാത്രി 9 മണിയോടെ വീട്ടിലെത്തും. മെസ്സിയുടെ ഇടതുകാലിലെ മാജിക്കിനെ കുറിച്ച് ലോകം ചർച്ച ചെയ്തു തുടങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ആ കാലുകൾക്ക് മണ്ണിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമോ എന്ന വേവലാതിയിലായിരുന്നു ആ അച്ഛൻ. 2013 വയസ്സിൽ മോനെയും കൂട്ടി അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ബാഴ്സലോണയിലേക്ക് പോകുമ്പോൾ അത് വെറൊരു യാത്രയായിരുന്നില്ല. ഇറ്റ് വാസ് എ മാസീവ് ഗാമ്പിൾ. അവിടെ വെച്ചൊരു കഫേയിൽ പേപ്പർ നാപ്കിനിൽ തന്റെ മകന്റെ ആദ്യ കോൺട്രാക്ട് ഒപ്പിടുമ്പോൾ ഹി വാസ് ആക്ച്വലി റൈറ്റിംഗ് എ ഫുട്ബോൾ ഹിസ്റ്ററി. 10ാമത്തെ വയസ്സിൽ മെസ്സിക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി സ്ഥിരീകരിച്ചപ്പോൾ തന്റെ തുച്ഛമായിട്ടുള്ള സമ്പാദ്യത്തിൽ നിന്ന് ആ ചികിത്സയ്ക്കായി പാതിരാത്രികളിലും കഷ്ടപ്പെട്ട ഒരു സ്റ്റീൽ തൊഴിലാളിയുടെ നിശ്ചയദാർഢ്യമാണ് പിന്നീട് മെസ്സിയുടെ ഓരോ വിജയത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ഫുട്ബോൾ ഏജന്റ് എന്നുള്ള നിലയിൽ $multi-million മെസ്സി ബ്രാൻഡ് നിയന്ത്രിച്ചതും കടുത്ത നെഗോഷിയേഷൻസ് നടത്തിയതും കരിയറിലെ വലിയ തോൽവികളിലും അനാവശ്യ മീഡിയ ക്രിറ്റിസിസത്തിലും മകന് ചുറ്റും ഒരു ഇരട്ടക്കോട്ട കെട്ടിയ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആയിട്ടായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. വലിയ ക്യാമറകൾക്കോ മീഡിയ സ്പോട്ട് ലൈറ്റിനോ പിടികൊടുക്കാതെ സ്റ്റേഡിയം ഗാലറിയുടെ ഏറ്റവും മുകളിലുള്ള ഒരു മൂലയിൽ തനിച്ചിരുന്ന് കളി കാണുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ഐ ട്രൈ ടു സിറ്റ് ഫാർ അവേ ഫ്രം എവ്രി വൺ. വെൻ ഹി ഗെറ്റ്സ് ഡിസ്കണക്റ്റഡ് ഐ ട്രൈ ടു ഗീവ് ഹിം എ സൈൻ എന്നാണ് ജോർജ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. മൈതാനത്തെ കോടിക്കണക്കിന് കാണികളുടെ ആർപ്പുവിളികൾക്കിടയിൽ ലിയോ എപ്പോഴും തിരഞ്ഞിരുന്ന അച്ഛൻ്റെ ഒരു ആ സൈനിന് വേണ്ടിയിട്ടായിരുന്നു. മെസ്സി ഒരിക്കൽ പറഞ്ഞത് മൈ ഓൾഡ് മാൻ വാസ് ഓൾവേസ് ബൈ മൈ സൈഡ്. വി വെന്റ് ത്രൂ എ ലോട്ട് ഓഫ് അഗ്ലി തിങ്സ് ടുഗെദർ എന്നാണ്. 2002 ഖത്തറിൽ വേൾഡ് കപ്പ് ഉയർത്തുമ്പോഴും അച്ഛൻ സാക്ഷിയായിരുന്നു. എക്കാലത്തെ മികച്ച കായിക താരത്തിന്റെ യാത്ര പൂർത്തിയാകുന്നത് കാണാൻ ആ കണ്ണുകൾക്ക് കഴിഞ്ഞു. 68ാമത്തെ വയസ്സിൽ റൊസാരിയോയിൽ വെച്ച് ജോർജ് വിട പറയുമ്പോൾ ലോകം കാണുന്നത് എക്കാലത്തെ മികച്ചൊരു ഫുട്ബോളറുടെ അച്ഛന്റെ വേർപാടല്ല, ഒരു മനുഷ്യൻ തന്റെ മകനെ വിശ്വസിച്ചു തുടങ്ങിയ കഥയുടെ ഒരു ചാപ്റ്റർ അവസാനിച്ചതാണ്. താങ്ക് യു ജോർജ്. യു സോ ലിയോ ബിഫോർ ദ വേൾഡ് സോ മെസ്സി. റെസ്റ്റ് ഇൻ പീസ്.